ഹലോ എവ്രി വൺ, വെൽക്കം ടു ടൂസ് അക്കാഡമി. കേട്ടറ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ നമ്മള് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം, നന്നായി തന്നെ പഠിക്കണം. ഇത്രയും നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കുകയും വേണം, അല്ലെ? കേട്ടറ്റ് എക്സാമിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൃത്യസമയത്ത് ചെയ്ത് തീർക്കുക എന്നതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി 1 മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ദ പിക്ചർ PQR are the midpoints of the sides of the larger triangle. The area of the larger triangle is 32 square centimeter. What is the area of the triangle PQR? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ABC എന്ന് പറയുന്നത് ഒരു വലിയ ട്രയാങ്കിൾ ആണ് എന്നിരിക്കട്ടെ. PQR അതിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 32 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്. ഇതിപ്പോ ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ഒരുപാട് നേരം ചിന്തിച്ചങ്ങിരിക്കും. പക്ഷേ നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. അതായത് ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സിൽ കൂടെ നമ്മൾ ഒരു ലൈൻസ് ജോയിൻ ചെയ്ത് നമുക്കൊരു ട്രയാങ്കിൾ ഉള്ളിൽ കിട്ടും, അല്ലെ? ഇപ്പൊ അവിടെ നമുക്ക് ടോട്ടലി എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 ട്രയാങ്കിൾ ഉണ്ട്. ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം തന്നെ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കറക്കി കുത്തി പോവാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 32 ആണ്. അങ്ങനെയെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചിരിക്കുന്നത്, അതായത് ഏത് ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. PQRന്റെ ഏരിയ ചോദിച്ചിരിക്കുന്നത്, PQRന്റെ ഏരിയ കാണാൻ ടോട്ടലി 4 ട്രയാങ്കിൾ ഉള്ളത്, 4നും ഈക്വൽ ഏരിയാസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര വരും? 8 സെന്റിമീറ്റർ സ്ക്വയർ. 8 സ്ക്വയർ സെന്റിമീറ്റർ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കുറെ പാരലോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഇതാ PQRB, ഇതൊരു പാരലോഗ്രാം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോ നമ്മൾ 8 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഒരു 8 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തെന്ന് എഴുതിയാൽ മതി? 16 എന്ന് എഴുതിയാൽ മതി. 16 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങള് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് അറിയില്ല എങ്കിൽ അതെന്താകും? ആ എളുപ്പം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം, mod x less than 2. Read the following statements about the number x. Value of x lies between 0 and 2. Value of x lies between -2 and 2. Integer value of x are -2, -1, 0, 1, 2. Integer values of x are -1, 0, 1. Choose the correct answer from the given below. Option A, both 1 and 2 are true. Both 1 and 4 are true. Both 2 and 3 are true. Both 2 and 4 are true. സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ ക്വസ്റ്റ്യന്റെ വലിപ്പം കാണുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പൊതുവേ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, ആൻസർ ചെറുതുമായിരിക്കും, സിമ്പിളും ആയിരിക്കും. അപ്പൊ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ഇട്ടിട്ട് പോകരുത് കേട്ടോ. അപ്പൊ മോഡ് എക്സ് അറിയാവുന്ന കാര്യം തന്നെയാണ്. മോഡ് എക്സ് ലെസ് ദാൻ 2 ആണ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിന്റെ നെഗറ്റീവും വരണം, പോസിറ്റീവും വരണം. ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -2വിനും +2വിനും ഇടയിലായിരിക്കും നമ്മുടെ എക്സ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ -2 ഇൻക്ലൂഡഡ് ആണോ? അല്ല. ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ -2 ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഈക്വൽ ടു ഇല്ലാത്ത സ്ഥിതിക്ക് -2 അവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇതിന്റെ
വാല്യൂസ് എക്സിന്റെ വാല്യൂസ് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും വരിക? ഇന്റിജർ വാല്യൂസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്റിജർ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഡെസിമൽസ് ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഇന്റിജർ വാല്യൂസ് ഏതൊക്കെയാ വരിക? -2നും 2നും ഇടയ്ക്ക് -1 ഉണ്ടാകും, 0 ഉണ്ടാകും, 1 ഉണ്ടാകും. ഇത്രയും വാല്യൂസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് -2നും 2നും ഇടയിലാണ്. അപ്പൊ നമ്മുടെ ഏതൊക്കെ ഓപ്ഷൻ ആയിരിക്കും ശരി? 2ഉം 4ഉം. അത് ഏതാണുള്ളത്? 2, 4 are true. Both 2 and 4 are true. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ അല്ല നോട്ട് ട്രൂ ആണ് കേട്ടോ. നോട്ട് ട്രൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ സെന്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ നമുക്കുണ്ട്, അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എഴുതുക. ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് അനദർ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഹാഫ് ദി ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ 6 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ഒരു ട്രയാങ്കിൾ നമുക്കുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ എങ്കിൽ ഇതിന്റെ സൈഡിന്റെ പകുതി ഏരിയ ഉള്ള അടുത്തൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. പകുതി സൈഡിന്റെ ലെങ്ത് എല്ലാം പകുതി ഉള്ള വേറെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 24 ആണെങ്കിൽ ഇതിന്റെ 6 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 24 ആണെങ്കിൽ ഇത് 6. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ സൈഡുകളെല്ലാം പകുതി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് എന്ന് പറയുന്നതും ആ ഒരു ഹാഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. എല്ലാ മെഷേഴ്സും ഒരേ രീതിയിൽ ചെറുതാവുമ്പോൾ ആ ഹൈറ്റും ഒരേ രീതി തന്നെയായിരിക്കും ചെറുതാവുക. ഇവിടെ നോക്കിക്കേ, ഹാഫ് ബി എച്ച് 24 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടത്തെ ബിക്ക് പകരം ഇവിടെ അത് എന്തായി മാറും? ബിയുടെ പകുതിയാവും. ഇവിടെ എച്ച് എന്നുള്ളത് ഇവിടെ എന്താവും? h/2 ആവും. അപ്പൊ ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു b/2 ഇൻറ്റു h/2 എന്ന് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ എന്ത് വരും? ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 24 ആണ്. അപ്പൊ 24/4 എത്രയാണ്? 24/4 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? 1. ആൻസർ 6 ഇൻറ്റു 4 അല്ലേ 24. സോ ആൻസർ 6 തന്നെ വരും. ആൻസർ എത്രയാണ്? 6 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. ഇഫ് ടു ട്രയാങ്കിൾസ് ഹാവ് their sides scaled by the same factor, the scale factor of area is the square of the scale factor of the sides. ഈ സെന്റൻസ് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് ഓടും അല്ലേ? ഓടാൻ തോന്നും നമുക്ക്. പക്ഷെ അങ്ങനെ വേണ്ട, സിമ്പിൾ ആണ്. ഒന്ന് ചിന്തിച്ചാൽ മതി. 2 ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു. ഇതൊരു ട്രയാങ്കിള്, ഇതടുത്ത ട്രയാങ്കിള്. ജസ്റ്റ് അതിനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. If two triangles have their sides scaled by the same factor, അതായത് സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. ആ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തില്ലേ, അവിടെ ആ ലെങ്ത് എല്ലാം ഹാഫ് ആയിരുന്നു. നമ്മൾ 1/2 b/2 h/2 എന്ന് എഴുതിയില്ലേ. അതായത് 1/2 ആണ് അവിടെ സ്കെയിലിംഗ് ഫാക്ടർ. അപ്പൊ അതിന് പകരം നമ്മൾ എക്സ് അങ്ങ് കൊടുത്തു ജനറൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏരിയാസ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ഓഫ് ദി സ്കെയിലിംഗ് ഫാക്ടർ ആണ്. ഏരിയാസ് ഈസ് ദി സ്കെയിൽ ഫാക്ടർ ഓഫ് ഏരിയാസ് ഈസ് ദി സ്ക്വയർ ഓഫ് ദി സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് ദി സൈഡ്സ്. സൈഡ്സ് ഏത് ഇതിലാണോ ഇത് ചെയ്തത്, സ്കെയിൽ ചെയ്തത്, അതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തു b/2 h/2. അതായത് ഹാഫ് ബി എച്ച് എന്ന് പറയുന്നതിനെ ഇതിന്റെ ഏരിയ ആയ 24നെ എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്ത്? 4 വെച്ചാ ഡിവൈഡ് ചെയ്ത്. അപ്പൊ അതായത് അതിന്റെ സ്ക്വയർ വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. സംഭവം കറക്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ എക്സ് വശം ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ബി എച്ച് എന്നങ്ങ് എടുത്തു. എക്സ് ആണ് സ്കെയിൽ ഫാക്ടർ എങ്കിൽ ഇവിടെ ബിക്ക് പകരം ബി എക്സ് ആയി മാറും, എച്ചിന് പകരം എച്ച് എക്സ് ആയി മാറും. ഈ എക്സിനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആയിരുന്നു. അപ്പൊ ഈ അടുത്തത് എക്സ് ആണ് സ്കെയിൽ ഫാക്ടർ എങ്കിൽ ആ രണ്ടാമത്തതിന്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ബി എച്ച് ഇൻറ്റു എക്സ് സ്ക്വയർ. ഏതാണോ സ്കെയിൽ ഫാക്ടർ ആ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിക്കേ. ഇതിപ്പോ ഇത്രയും ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യമില്ല എക്സാമിന് കേട്ടോ.
പക്ഷെ നമ്മളിപ്പം ആൻസേഴ്സ് എല്ലാം ഇപ്പൊ ഏത് സെന്റൻസ് ആണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ സെന്റൻസും നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കിക്കേ, the circumference of a circle is 2 pi times its diameter. Circumference 2 pi times its diameter. അങ്ങനെയല്ലല്ലോ, നമ്മൾ 2 pi r എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r അടുപ്പിച്ച് എഴുതി, പൈ ഇൻറ്റു 2r. 2r ആരാണ്? d ആണ്, ഡയമീറ്റർ ആണ്. അപ്പൊ പൈ ഇൻറ്റു ഡയമീറ്റർ ആയിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഇതെന്താ, 2 pi times its diameter, the statement is false. സോ നമ്മുടെ ആൻസർ അത് തന്നെയായിരിക്കും വരിക. പിന്നെ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കിക്കേ, ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് പൈ ടൈംസ് ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. ഏരിയ എന്ന് പറയുന്നത് പൈ ടൈംസ് സ്ക്വയർ ഓഫ് റേഡിയസ്. കറക്റ്റ് ആണ്, പൈ ആർ സ്ക്വയർ അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള പ്രോബ്ലം വരുമ്പം അതിനെ മാക്സിമം ഫിഗർ ഉള്ളതാണെങ്കിൽ ഫിഗർ വരച്ച് നോക്കുക, അല്ലാതെ ഫോർമുല ആണെങ്കിൽ ആ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യുക. വേഗം വേഗം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2 pi ടൈംസ് ഇറ്റ്സ് ഡയാമീറ്റർ എന്നതാണ് ആൻസർ വരും. അടുത്ത ചോദ്യം, the number of terms common to the two arithmetic sequences 3, 7, 11, etc. 407 and 209, 16, etc. 709 is എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും nth ടേമോ സമ്മോ അങ്ങനെയൊന്നും അല്ല. എത്ര നമ്പർ ഉണ്ട്, ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ഇങ്ങനെ എഴുതി, അതായത് 3, 7, 11 എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എഴുതി പോയി 407 വരെ എഴുതി, 407 വരെ എഴുതി. അടുത്തത് 2, 9, 16 എക്സെട്ര എന്ന് പറഞ്ഞ് 709 വരെ എഴുതിയിട്ട് ഇവരിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വേറൊരു സീക്വൻസ് കിട്ടും. അപ്പൊ അതും അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെ ആയിരിക്കും എന്നതാണ് ഒരു റൂൾ ഉള്ളത്. അപ്പൊ ആ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും നമുക്കൊരു ഫോർമുലയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. ഫസ്റ്റത്തതിന്റെ കോമൺ ഡിഫറൻസ് D1 എന്നെടുത്തു, അതെത്രയാണ്? 4 ആണ്. രണ്ടാമത്തതിന്റെയോ D2 എന്നെടുത്തു, അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇപ്പം ഇത് 3, 7, 11, അടുത്ത ടേം എന്ന് പറയുന്നത് എത്രയാണ്? +4 ആണ് അല്ലെ. +4 എന്ന് പറയുമ്പോൾ 15 വരും. എഗെയിൻ +4 19 വരും. എഗെയിൻ +4 എത്ര വരും? 23 വരും, എക്സെട്ര എന്ന് പറഞ്ഞേക്ക് പോവാണ് ചെയ്യുന്നത്. ഇവിടെയോ 16 + 7 ആ വരുന്നത്, അതായത് 23 വരും. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഇങ്ങനെ വച്ച് ഇതിന്റെ അടുത്ത കോമൺ ടേം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആള് 23 നമ്മൾ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ. അപ്പൊ അങ്ങനെ രണ്ട് കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഒരു അടുത്ത ഒരു കുറെ നമ്പേഴ്സ് നമുക്ക് കിട്ടുമ്പോൾ അത് ആ നമ്പേഴ്സും ഏത് ഫോമിൽ തന്നെയായിരിക്കും? അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ തന്നെയായിരിക്കും, അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെയായിരിക്കും അത് പോകുന്നത്. അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പുതിയതായിട്ട് നമുക്ക് ആവശ്യമുള്ള ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെയും, അതായത് ഈ D1ന്റെയും D2വിന്റെയും LCM ആയിരിക്കും. അതായത് 7ന്റെയും 4ന്റെയും LCM ആണ് ഇവിടെ. എത്രയാണ്? 28 എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സീക്വൻസ് എത്രയാ? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 23. അപ്പൊ 23യുടെ കൂടെ 28 കൂട്ടിയാൽ മതി. അപ്പൊ ആൻസർ എത്ര വരും? 51 വരും. രണ്ടാമത്തെ ടേം എഗെയിൻ 28 കൂട്ടുക, അപ്പൊ 79 വരും, എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന ടൈമില് നമ്മളൊന്ന് ഒരു ബോധം വേണം, ഇത് 407 വരെയുള്ളൂ, ഇത് 709 വരെയുള്ളൂ. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഒരു കിട്ടുന്ന പുതിയ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് എപ്പോഴും 407നേക്കാൾ ചെറുതായിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. കാരണം പുതിയ ടേമിന്റെ, അതായത് പുതിയ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 23 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 28 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ nth ടേം AN അല്ലെങ്കിൽ XN എന്നൊക്കെ നമ്മൾ എഴുതുന്നതാണ്. നോർമലി നമുക്ക് വേറൊരു ഫോർമുല, ഒരു ഫോർമുല A + n-1 × D എന്നാണ് ഒരു ഫോർമുല ഉള്ളത്. അല്ലാതെ AN + B എന്ന് പറയുന്ന വേറൊരു ജനറൽ ഫോർമുലയും കൂടി ഉണ്ട്. അതിന്റെ അകത്ത് ഈ A എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ അകത്ത് ഈ A എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും
ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നതാണ്. അതായത് ഈ ഫോർമുല തന്നെയാണ് ഇത്. ഇത് രണ്ട് രീതിയിലും നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഡി ആണ്, അതായത് 28. എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ്. അപ്പൊ ഫസ്റ്റ് ടേം 23, കോമൺ ഡിഫറൻസ് 28, അത് -5 എന്ന് വരുവേ. അപ്പൊ ഈ പ്ലസിന് പകരം അവിടെ ആരാക്കണം? മൈനസ് ആക്കണം. സോ നമ്മൾ പ്ലസിന് പകരം -5. ഇതാണ് nth ടേം. ആ nth ടേം എത്ര ഇതിൽ കുറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത്? 407 കുറവ് വരണം, കൂടാൻ പാടില്ല. ലെസ് ദാൻ 407. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. 28n - 5 ലെസ് ദാൻ 407. അതായത് 28n ഈസ് ലെസ് ദാൻ, ഈ 5നെ ഇങ്ങോട്ട് പോവാ, 1412 എന്ന് വരും. അപ്പൊ n എന്ന് പറയുന്നത് 412/28 is equal to 14.7. അതായത് ഇത് നമുക്ക് നോർമലി നല്ലൊരു ഇന്റിജർ ആയിട്ടില്ല കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്? അപ്പൊ ഇതിനേക്കാളും കുറയാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 14 ടേം വരെ മാക്സിമം പോവുകയുള്ളൂ. അതായത് n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14 ആയിരിക്കും. ഇതാണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് ടേമിന്റെ ജനറൽ ഫോർമുല. അപ്പൊ ആ ലാസ്റ്റ് ടേം എത്ര ടേംസ് ഉണ്ട്? അത് 14. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയാണ്? 23 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. 23, 51, 79 വരെ പോയിട്ട് ഇതിന്റെ അകത്തെ 14ാമത്തെ ടേം ഏതാണോ അവിടം വരെ ആയിരിക്കും നമ്മുടെ പുതിയ AP ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിട്ടുള്ള 14 ആയിരിക്കും ആൻസർ വരിക. കുറച്ച് ലെങ്തി ആണ്, കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദ നമ്പർ ഓഫ് ടേംസ് കോമൺ ടു ടു അരിത്മെറ്റിക് സീക്വൻസസിന് പകരം what is the common difference of the new arithmetic sequence formed by combining the common terms of these two arithmetic sequence 3, 7, 11 etc. 407 and 2, 9, 16 etc. 709 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 28 കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ടേംസ്, ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ടേംസ് നമ്മൾ എഴുതി, പിന്നെ നമുക്ക് കിട്ടുന്ന ആ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ, അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ, അല്ലെങ്കിൽ വല്ല ഹോൾ നമ്പർ ആയിരിക്കുമോ, അങ്ങനെയുള്ള ഓപ്ഷൻസും വരാം. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ അത്രയും കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, 3 vertices of a parallelogram ABCD are 3 vertices A, B, C, T. ഒരു പാരലോഗ്രാം വരച്ചു. A -2, 3, B എന്ന് പറയുന്നത് 6, 7, C എന്ന് പറയുന്നത് 8, 3, D നമുക്കറിയില്ല, കണ്ടുപിടിക്കുക ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മള് ഇതിന്റെ അകത്ത് ഈ D അല്ലാത്ത മറ്റേ ഡയഗണൽ എടുക്കുക. D വരുന്ന ഡയഗണൽ നോക്കരുത്, അല്ലാത്ത രണ്ട് ഡയഗണലിലെ എലമെന്റ്സ് എടുക്കുക. ഇതിന്റെ അകത്ത് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിന്റെയും നമുക്ക് തന്നിരിക്കുന്ന എല്ലാവരുടെ എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കുക. ദാറ്റ് ഈസ് -2, 8. അതായത് -2ഉം 8ഉം ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യാം. എന്നിട്ട് ആരെ മൈനസ് ചെയ്യാം? ഈ ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് ഉണ്ടല്ലോ, അതിന്റെ എക്സ് കോർഡിനേറ്റിനെ മൈനസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരിക? 0 ആയിരിക്കും വരിക. അടുത്തത്, ഇതിന്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ രണ്ടുപേരുടെയും വൈ കോർഡിനേറ്റ് എഴുതുക, അവരെ ആഡ് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന വെർട്ടെക്സിന്റെ 7 അല്ലേ, അതിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ആൻസർ എത്ര വരും? -1. 0 -1. 10 സെക്കൻഡ് പോലും വേണ്ട ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ. ഇനിയിപ്പോ ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പാർട്ടീഷൻ പ്ലെയിൻ വരച്ച് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും എന്തായിരിക്കും അതിന്റെ കോർഡിനേറ്റ്, ഡിയുടെ കോർഡിനേറ്റ് എന്നുള്ളത്. ഇത്രയും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതാൻ സാധിക്കും. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഒരെണ്ണം ഉള്ളതാണ് കേട്ടോ. സർക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇവിടെ ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ x² + y² - 8x + 10y - 12 = 0. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ്. സെന്ററിന്റെയും റേഡിയസിന്റെയും കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഇക്വേഷൻ അറിയണം. അപ്പൊ സർക്കിളിന്റെ ആദ്യം ജനറൽ ഫോം വേണം. HK ആണ് സെന്റർ എങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. എന്താണ്? x - h the whole square plus y - k the whole square equal to r². ഇനി അങ്ങനെയല്ല, ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതുന്ന മറ്റൊരു ജനറൽ ഫോം ആണ് ഏതെന്ന് പറയുന്നത്? x² + y²
പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. രണ്ട് ഫോമിലും നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻസ് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഫോമിലുള്ള ആളാണ്. ഈ രണ്ടാമത്തെ ഫോമിലാണ് ആളെ തന്നിരിക്കുന്നത് എങ്കിൽ സെന്റർ എന്ന് പറയുന്നത് -g-f. അപ്പൊ gf എന്താന്ന് പറയണം? ഇതിലേക്ക് ഒന്നും നോക്കണ്ട. g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോയഫിഷ്യന്റ്. g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് g എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ g എന്തായിരിക്കും ഇവിടെ? എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് g എങ്കിൽ, എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് g എന്ന് പറയുമെങ്കിൽ, എക്സിന്റെ കോയഫിഷ്യന്റ് g അല്ല എക്സിന്റെ കോയഫിഷ്യന്റ്. എക്സിന്റെ കോയഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോയഫിഷ്യന്റിന്റെ പകുതിയാണ് g എന്ന് പറയുന്നത്. എക്സിന്റെ കോയഫിഷ്യന്റ് -8 ആണ്. അപ്പൊ -8ന്റെ പകുതി എന്താ? -4. അപ്പൊ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതുപോലെ തന്നെ വൈയുടെ കോയഫിഷ്യന്റ് എടുക്കുക, വൈയുടെ കൂടെയുള്ള ആളെടുക്കുക, അതിന്റെ പകുതി. ഇവിടുത്തെ സൈനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടണം. അപ്പൊ വൈയുടെ കോയഫിഷ്യന്റ് 10. 10ന്റെ പകുതി എത്രയാ? 5. ജി എഫ് ആണോ? അല്ല, -g-f ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ -g എന്ന് പറയുമ്പോൾ എന്ത് വരും? -4 4 എന്ന് വരും. -f എന്ന് പറയുന്നതോ 4 -5 4 -5 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് സെന്റർ വരും. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെന്റർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ എന്ന് കിട്ടും. അപ്പം എക്സാമിന് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. ഈ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം 3 എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് നമ്മളത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് മാത്രം നമുക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് അടുത്തതും കൂടി കണ്ടുപിടിക്കാം. കാരണം ചിലപ്പോൾ ഇത് 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അത് മറ്റേത് കൂടി കണ്ടുപിടിക്കേണ്ടി വരും. അടുത്തത് എന്താണ്? റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √g² പ്ലസ് f² മൈനസ് c. ഈ മൈനസ് c ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം g² നമുക്കറിയാം, g ഇപ്പൊ കണ്ടുപിടിച്ചു 16. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇവിടെ. കാരണം സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല. 16 പ്ലസ് എഫ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പൊ 25 മൈനസ് c ആണ്. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ c എത്രയാ? -12. അപ്പൊ -c എന്ന് പറയുമ്പോ +12 വരും. അവിടെ എങ്ങാനും മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? ചിലപ്പോൾ തെറ്റിപ്പോയിന്ന് വരും. ഇത് ടോട്ടൽ എന്ത് വരും? √53 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഓപ്ഷൻ എ തന്നെ. നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എ ആണ് എന്നത് കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വർഷവും ചോദിക്കാറുള്ളതും എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ കിട്ടുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻസിന്റെ എളുപ്പ വഴികളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് ഉറപ്പായും ടോസ് അക്കാഡമി വീണ്ടും കേട്ടറ്റ് എക്സാം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടറ്റിന്റെയോ സെറ്റിന്റെയോ HSST-യുടെയോ VHSC-യുടെയോ CTET-ന്റെയോ കോച്ചിങ്ങിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷനുകളും PDF നോട്ടുകളും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ മെന്ററിങ്ങും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.